കാണാൻ പോണം. അങ്ങയോട് പറഞ്ഞു, ദാവീദ് എഴുന്നേറ്റ് സാവൂളിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞാലേ അത്രയും കയ്യെത്തും ദൂരത്താണ് അല്ലേ, അത്രയും അടുത്താണ് ഈ സാവൂൾ ഇരിക്കണേ ദാവീദിന്റെ. മനസ്സിലായോ? അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു. അവൻ അനുയായികളോട് പറഞ്ഞു, എൻ്റെ യജമാനനെതിരെ കൈ ഉയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ, എന്തെന്നാൽ അവൻ കർത്താവിന്റെ അഭിഷിക്തനാണ്. ഇങ്ങനെ പറഞ്ഞ് ദാവീദ് തന്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി സാവൂളിനെ ആക്രമിക്കാൻ അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്നിറങ്ങി തന്റെ വഴിക്ക് പോയി. ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി, എൻ്റെ യജമാനനായ രാജാവ്. ഇവിടെ ഭയങ്കര അല്ലേ, വികാരഭരിതമായൊരവസ്ഥയാണ്. പിന്നെ ഈ സീനിൽ നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങളിത് ഭാവനയിൽ കണ്ടോ നോക്കിക്കോ. ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങനാണ്. എന്നിട്ട് പറയാ, എൻ്റെ യജമാനനായ രാജാവേ എന്ന് സാവൂളിനെ പുറകിൽ നിന്ന് വിളിച്ചു. കണ്ടോ? സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു. അപ്പൊ സാവൂൾ എന്തായിരിക്കും? സാവൂൾ പെട്ടെന്ന് പകച്ചു പോയിട്ടുണ്ടാവണം ഇല്ലേ ദാവീദിനെ കണ്ടപ്പോ. തീർച്ചയായിട്ടും ഇങ്ങനെ ബേക്കിലേക്ക് ഇങ്ങനെ ഒന്ന് ഞെട്ടി ബേക്കിലേക്ക് അവൻ ഇതായിട്ടുണ്ടാവും ദാവീദിനെ കണ്ടപ്പോ. പക്ഷേ ദാവീദ് എന്താ ചെയ്യണേ? ദാവീദ് ചെയ്തെന്താ? സാഷ്ടാംഗം വീണ് എന്ത് ചെയ്തു? വിധേയത്വം കാണിക്കുകയാണ്. വിധേയത്വം കാണിച്ചു. അവൻ സാവൂളിനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നത് എന്തിന്? ഇതാണ് നമ്മുടെ മറ്റൊരു കാര്യം. നമ്മൾ ഈ മറ്റുള്ളവര് നമ്മളെ അല്ലെ, ഒരാളെ കുറിച്ച് നമ്മളോട് മറ്റൊരാൾ പറയണത് നമ്മൾ കുറെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതങ്ങനെയല്ല അതിൻ്റെ ഒരു ശരിയായ രീതി എന്നുള്ളതാണ്. മനസ്സിലായോ? കേൾക്ക്, കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്ങനെയെന്ന് അങ്ങ് തന്നെ കണ്ടില്ലേ? അങ്ങയെ കൊല്ലണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാനത് ചെയ്തില്ല. എൻ്റെ യജമാനനെതിരെ ഞാൻ കൈ ഉയർത്തുകയില്ല. അങ്ങ് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ പിതാവേ, ഇതാ എൻ്റെ കയ്യിൽ അങ്ങയുടെ മേലങ്കിയുടെ ഒരു കഷ്ണം. ഞാൻ അതിൻ്റെ അറ്റം മുറിക്കുകയും അങ്ങയെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദ്രോഹിയോ തെറ്റുകാരനോ അല്ലെന്ന് അങ്ങ് അറിഞ്ഞാലും ഞാൻ അങ്ങയ്ക്കെതിരെ തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും അങ്ങന്റെ ജീവൻ അപഹരിക്കാൻ അവസരം തേടി നടക്കുന്നു. നാം ഇരുവർക്കുമിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി അങ്ങയോട് കണ്ടോ, കർത്താവ് എനിക്ക് വേണ്ടി കണ്ടോ, ദുഷ്ടനെ എതിർക്കരുതെന്ന് ആരാണ്? കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് ഞാൻ കണക്ട് ചെയ്യണല്ലോ കേട്ടോ. കണ്ടോ, കർത്താവ് അല്ലേ. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് എന്താണ്, ദുഷ്ടനെ എതിർക്കരുതെന്ന് നമ്മൾ വായിച്ചു അല്ലേ. ഇപ്പൊ ഇവിടെ ദാവീദ് സാവൂളിനോട് പറയണ എന്താണ്? കർത്താവ് എനിക്ക് വേണ്ടി അങ്ങയോട് പ്രതികാരം ചെയ്യട്ടെ. ഞാനല്ല പ്രതികാരം ചെയ്യണത്, കർത്താവ് പ്രതികാരം ചെയ്യും. അതെങ്ങനെയാണോ ആ അർത്ഥത്തിൽ, ആ ഉചിതമായ രീതിയിൽ കർത്താവ് അങ്ങയോട് പ്രതികാരം ചെയ്യും. ഞാനല്ല പ്രതികാരം ചെയ്യാൻ നടക്കണേ അങ്ങയോട്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ദുഷ്ടനെ എതിർക്കരുതെന്ന് പറഞ്ഞത് ഇത് നല്ലൊരു കണക്ഷനായിട്ട് തോന്നുകയാണ്. മനസ്സിലാവുണ്ടോ? ദുഷ്ടനെ ആരെതിർക്കും? ദുഷ്ടനെ കർത്താവ് എതിർക്കും. ദുഷ്ടനെ നമ്മളല്ല എതിർക്കണ്ടേ. ഫിസിക്കൽ ദുഷ്ടനായാലും, ദുഷ്ടൻ മീൻസ് നമ്മൾ ശത്രുക്കളാണെന്ന് നമ്മൾ കാണുന്ന നമ്മളുടെ സഹപാഠികളായാലും നമ്മുടെ ഉറ്റവരാണെങ്കിലും ആധ്യാത്മിക ശത്രുവായ നമ്മുടെ പിശാചിനെയാണെങ്കിലും ആരെ എതിർക്കണേ? ആരെതിർത്തും? കർത്താവ് എതിർത്തോളും.